മെയ് 4 വിധി വരാതിരിക്കെ 9 സിറ്റിംഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ LDF ആശങ്കയുണ്ട്. അതിൽ CPM മന്ത്രിമാരും ഘടകകക്ഷി മന്ത്രിമാരുമുണ്ട്. ആരൊക്കെ എന്നത് നോക്കാം. നമ്മുടെ പിന്നിൽ ആ ചിത്രങ്ങൾ വരികയാണ്. ആദ്യത്തെ 3 മന്ത്രിമാർ. നേമത്ത് വി ശിവൻകുട്ടി വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പൊന്നും നിലവിൽ CPM-ന്റെ വിശകലനത്തിൽ ഉണ്ടാകുന്നില്ല. നേമത്ത് നമുക്കറിയാം ഒരു ത്രികോണ പോരാട്ടം നടക്കുകയാണ്. BJP-യുടെ രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം കോൺഗ്രസിൽ നിന്ന് ശബരിനാഥുമാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ആറന്മുളയിൽ വീണ ജോർജിനോട് എതിരിട്ട് നിൽക്കുന്നതും കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ തന്നെയാണ്. അബ്ബിൻ വർക്കിയും ഒപ്പം കുമ്മനം രാജശേഖരനുമാണ് അവിടെ മത്സരത്തിൽ നിൽക്കുന്നത്. കളമശ്ശേരിയിൽ P രാജീവ്. കളമശ്ശേരി മണ്ഡലത്തിൽ വലിയ വിജയ പ്രതീക്ഷയാണ് മുന്നോട്ട് വെച്ചിരുന്നത് LDF. പക്ഷേ P രാജീവിന്റെ ഇത്തവണത്തെ വിജയത്തിലും വലിയ ആശങ്ക LDF-നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാനന്തവാടിയിൽ OR കേളു മത്സരം നേരിടുന്നുവെന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന സാഹചര്യമുണ്ട് എന്നത് അത്ഭുതകരമാണ്. പത്തനാപുരത്ത് നേരത്തെ പറഞ്ഞതുപോലെ KB ഗണേഷ് കുമാർ ജ്യോതികുമാർ ചാമക്കാലയിൽ നിന്നൊരു മത്സരം നേരിടുന്നു എന്നുള്ള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ കൗതുകകരമായ ഒരു വാർത്തയായിരിക്കാം ഒരു പക്ഷേ നേരത്തെ രാഷീദ് റഷീദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു MLA എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ നിൽക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്നത്, നിൽക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ തരത്തിലുള്ള പ്രവർത്തനം പോയ 5 വർഷക്കാലം ജ്യോതികുമാർ ചാമക്കാല അവിടെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പത്തനാപുരം മണ്ഡലത്തിൽ കടുത്ത ഒരു പോരാട്ടം CPM തന്നെ കണക്കുകൂട്ടാനുള്ള കാരണം. തൃത്താലയിൽ MP രാജേഷ്. പിണറായി മന്ത്രിസഭയിലെ 1 ഡസനോളം മന്ത്രിമാര് പരാജയപ്പെടുമെന്ന് ആര് തന്നെ ഉറപ്പിക്കുന്നു? CPM തന്നെ വിലയിരുത്തുകയാണ്. 1 ഡസനോളം മന്ത്രിമാര് പരാജയപ്പെടും. ഈ മന്ത്രിമാര് ഒരു ഡസൻ മന്ത്രിമാര് ക്യാബിനറ്റിലെ 1 ഡസൻ മന്ത്രിമാര് പരാജയപ്പെടുമെന്ന് CPM തന്നെ വിലയിരുത്തുമ്പോൾ ആ CPM-ന് നല്ല ബോധ്യമുണ്ട്. മെയ് 4 കഴിയുമ്പോൾ അധികാരത്തിലേക്ക് എത്താൻ വരുന്നത് ഈ പറയുന്ന UDF സർക്കാരാണ് എന്നുള്ള കാര്യം അവർക്ക് നല്ല ബോധ്യമുള്ളതാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ ഏറ്റവും വളരെ വളരെ കൗതുകകരമായിട്ടുള്ളത് അല്ലെങ്കിൽ വലിയ ചിരി ഉളവാക്കുന്നത് താനൂരിൽ നിന്ന് ഓടി ഒളിച്ച് താനൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. താനൂരിൽ നിന്ന് ഓടി ഒളിച്ച് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു, ഫ്ലെക്സുകൾ വരുന്നു, ബാനറുകൾ വരുന്നു, പോസ്റ്ററുകൾ വരുന്നു, ഒക്കെ വരുന്നു. പക്ഷേ 3 ദിവസം കഴിഞ്ഞിട്ടും താനൂരിലെ സ്ഥാനാർത്ഥിയായി LDF-ന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട V അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പിണറായി മന്ത്രിസഭയിലെ മന്ത്രി പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, ആ മന്ത്രി ആ സ്ഥാനാർത്ഥിത്വം എനിക്ക് താനൂര് വേണ്ട, എനിക്ക് തിരൂര് മതി എന്ന് പറഞ്ഞ് തിരൂരിലേക്ക് ഓടുകയായിരുന്നു. ആ തിരൂരിലും ആ മന്ത്രി 8 നിലയിൽ പൊട്ടും എന്നാണ് CPM പറയുന്നത്. 8 നിലയിൽ തിരൂരിലും പൊട്ടുമെന്ന് CPM പറയുകയാണ്. മറ്റാരുമല്ല പറയുന്നത്, CPM-ന്റെ വിലയിരുത്തലുകളാണ് അല്ലേ? അപ്പോൾ അതിൽ ഈ പറയുന്ന 9 എണ്ണത്തിൽ രാജാവിൻ്റെ കുഴലൂത്തുകാരായിട്ടുള്ള ആളുകളാണ്. രാജാവിൻ്റെ ഈ പറയുന്ന സ്തുതിപാഠകരായിട്ടുള്ള ആ സ്തുതിപാഠക സംഘത്തിലെ പ്രധാനികളാണ് 8 നിലയിൽ പൊട്ടാൻ പോകുന്നത്. ഒന്ന് ശിവൻകുട്ടിയാണ്. ആരാണ് ശിവൻകുട്ടി? പറയേണ്ടതില്ലല്ലോ. രാജാവിൻ്റെ എല്ലാമായിരുന്നു. രാജാവ് രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് PM ശ്രീയിൽ ഒപ്പിടാൻ പറഞ്ഞു വിട്ട ആ വ്യക്തി, രാജാവിൻ്റെ കുഴലൂത്തുകാരൻ നേമത്ത് 8 നിലയിൽ പൊട്ടു. ഒന്ന്. രണ്ടാമത്തത് പിന്നെ കപ്പിത്താൻ്റെ കപ്പലിലെ സഹയാത്രിക ആറന്മുളയിൽ വീണ ജോർജ്, അവിടെയും 8 നിലയിൽ പൊട്ടും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ട നാടകങ്ങൾ ജനം എങ്ങനെ വിലയിരുത്തി എന്നുള്ളതാണ് അല്ലേ? തീർത്തും പരാജയമായി മാറിയ ഒരു ഈ പറയുന്ന ഒരു ആരോഗ്യമേഖല. ആ ആരോഗ്യമേഖലയെ ജനം ദുരിതം അനുഭവിച്ച് പാടുപെട്ട ആരോഗ്യമേഖല. ആ ആരോഗ്യമേഖലയെ നയിച്ച വീണ ജോർജ് പൊട്ടു. പിന്നെ ഇവരുടെയൊക്കെ സൈബർ കൃമികീടങ്ങളുടെ ആചാര്യനായിട്ടുള്ള കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ച് കയറിയ P രാജീവ് 8 നിലയിൽ പൊട്ടു. പിന്നെ തിരൂരിലെ മാമൻ, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, കണ്ണൂരിൽ നിന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ, പിന്നെ വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്ന് OR കേളു, പിന്നെ രാജാവ് വ്യഭിചരിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് വേശ്യകളെ ഇറക്കുമതി ചെയ്തു കൊടുത്ത പത്തനാപുരത്ത് ആ പറയുന്ന മഹാൻ
പിന്നെ തൃത്താലയിൽ MP രാജേഷ്. ഇതിപ്പോ CPM-ന്റെ വിലയിരുത്തലിലുള്ള ആളുകളാണ്, ഒരു ഡസനോളം മന്ത്രിമാർ. CPM തന്നെ വിലയിരുത്തുകയാ. ഇനി ഇവരല്ലാത്ത ആളുകളുമുണ്ട്. അവരും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചില ആളുകൾ മത്സരിക്കുന്നില്ല, ചില മന്ത്രിമാർ മത്സരിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെയും ഒരു കാര്യം CPM-നും നല്ല ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കുകൾ എണ്ണി 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 മറുപടി പറയേണ്ടി വരുമെന്നുള്ളത് CPM-നും ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ പറയുന്ന അഹങ്കാരത്തിൻ്റെ, ഹുങ്കിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ ഒക്കെ വഴികളായിരുന്നു CPM തുറന്നു വെച്ചത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നോക്കി, ഞാനാണ് നിങ്ങളുടെ തന്ത, ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആരുമില്ല. ആരെ നോക്കിയിട്ടാണ് പറയുന്നത്? കേരളം എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ എന്തുകൊണ്ടും ഏതുകൊണ്ടും അത്രയും കഴിവും പ്രാപ്തിയുമുള്ള ഒരു ജനതയെ നോക്കിയിട്ട് പറയാണ്, ഞാനല്ലാതെ ആരുണ്ട്. എന്തോ നമ്മളെല്ലാവരും എന്തോ ഒരു ഔദാര്യത്തിൽ കഴിയുന്നത് പോലെ അല്ലേ? അതായിരുന്നില്ലേ CPM-ന്റെയും പിണറായി വിജയന്റെയും ലൈൻ എന്ന് പറഞ്ഞത്? അതായിരുന്നില്ലേ? നമ്മൾക്കെല്ലാവരും എന്തോ ഔദാര്യം, എന്തോ ഒരു പിച്ച തരും പോലെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ധാർഷ്ട്യത്തിൻ്റെ, ഹുങ്കിൻ്റെ ഭാഷയായിരുന്നു. അപ്പം ഇതൊക്കെ ജനം കാണുന്നുണ്ടായിരുന്നു. ജനം വളരെ സൈലൻ്റ് ആയിരുന്നു. അവർ സൈലൻ്റ് ആവാനുണ്ടായ കാരണം എന്താ? അവർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് ചർച്ചകളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. ജനം വളരെ കൃത്യമായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഡിസിഷൻ, അതും ഫിക്സഡ് ആയിട്ടുള്ള നല്ല ഉറച്ച തീരുമാനങ്ങൾ ജനത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഉറച്ച തീരുമാനമെടുത്ത ജനത്തിന് ചർച്ചകൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല, സംശയങ്ങളുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട ഘട്ടമുണ്ടായിരുന്നില്ല. കാരണം എല്ലാത്തിനും ഒരു മറുപടി കൊടുക്കണമെന്ന് ജനം ആഗ്രഹിച്ചുറപ്പിച്ചതിൻ്റെ ഫലമായിരുന്നു. ഞാൻ പലതവണയായി പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ജനം. അതുകൊണ്ട് തന്നെ വല്ലാതെ ശബ്ദമുണ്ടാക്കാനോ കോലാഹലങ്ങൾ ഉണ്ടാക്കാനോ ചർച്ചകൾക്കോ ഒന്നും ജനം പോയില്ല. മറിച്ച് അവരുടെ തീരുമാനങ്ങൾ വളരെ കൃത്യമായിട്ട് അവർ നടപ്പിലാക്കാൻ ഒരു അവസരം അതിനു വേണ്ടി കാത്തി. അത് ജനം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഒരു ട്രെയിലർ കാണിച്ചുകൊണ്ട് അത് വ്യക്തമാക്കിയതുമാ. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ വീണ്ടും വീണ്ടും ജനത്തെ നോക്കി അധിക്ഷേപിക്കുകയും പല്ലിളിച്ച് കാണിക്കുകയും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഭാഷകളിലൂടെ ജനങ്ങളോട് പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എല്ലാത്തിനും അപ്പുറം PR കൊണ്ട് കെട്ടിപ്പൊക്കാവുന്നതല്ല, അല്ലെങ്കിൽ വിലക്ക് വാങ്ങാൻ കഴിയുന്നതല്ല കേരളത്തിൻ്റെ ഈ പറയുന്ന പൊതുബോധം എന്നുള്ളത് മനസ്സിലാക്കാൻ CPM-നും പിണറായി വിജയനും സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവർ കാണുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനെയാണ് ചോദ്യം ചെയ്യുക. ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി അധിക്ഷേപിക്കുക, ജനങ്ങളെ ഇങ്ങനെ പരിഹസിച്ചു കൊണ്ടേയിരിക്കുക, പുച്ഛിച്ചു കൊണ്ടേയിരിക്കുക. അതായിരുന്നു പിണറായി വിജയനും സംഘവും നടത്തിക്കൊണ്ടിരുന്നത്. എന്തിനും ഏതിനും സ്തുതിപാഠകരായിട്ടുള്ള കുറേ ക്യാപ്സ്യൂൾ വിതരണക്കാർ, എല്ലാത്തിനും ക്യാപ്സ്യൂളുണ്ട്, ന്യായീകരണങ്ങളുണ്ട്, പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ അല്ലേ? എന്തിന് നിയമസഭയിൽ പോലും എന്തൊക്കെയായിരുന്നു ഈ സ്തുതിപാഠക സംഘത്തിൻ്റെ പെർഫോമൻസ്? എങ്ങനെയായിരുന്നു? രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, യജമാനനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലേ? മന്ത്രി കസേരകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ അടിമകളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പരാജയം ഭയപ്പെട്ടിട്ടാണ് താനൂരിൽ നിന്ന് മാമൻ ഓടി ഒളിച്ചത്, അല്ലെങ്കിൽ തിരൂരിലേക്ക് ഓടിയത്. എന്താണോ ഭയപ്പെട്ടത് അത് തന്നെയാണ് തിരൂരിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വിലയിരുത്തൽ CPM തന്നെ നടത്തുകയാണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, CPM ക്യാബിനറ്റിലെ ഭരണകർത്താക്കളായിട്ടുള്ള മന്ത്രിമാർ പോലും ഇത്തരത്തിൽ 8 നിലയിൽ പൊട്ടുമെന്ന് അവർ വിലയിരുത്തുന്നുണ്ടെങ്കിൽ, ഈ മന്ത്രിമാരല്ലാത്ത പല ആളുകളും സ്ഥാനാർത്ഥികളായി മത്സരിച്ചില്ലേ, അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് CPM-ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടായി. എന്ത്? VD സതീശൻ പറഞ്ഞ 100+ എന്നുള്ള മാർജിൻ, ആ ഒരു ഫിഗറിലേക്ക് എങ്ങനെ എത്തും, അതെങ്ങനെ സാധ്യമാകും എന്നൊക്കെയുള്ള
സംശയങ്ങൾ നമുക്ക് പല ആളുകൾക്കുണ്ടായി. അവർക്കൊക്കെ ഉള്ളൊരു മറുപടി ആയിരിക്കും. അങ്ങനെ ആ മറുപടി വരുമ്പോൾ അവിടെ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ അത്? ജനം പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ്റെ നിലപാടുകൾക്കെതിരെ, പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെ നടത്തിയ വിധിയെഴുത്താണ് എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ജനം കേരളത്തെ നയിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ കണ്ട വ്യക്തി അത് വി ഡി സതീശനാണ് എന്നുള്ളതാണ്. ഈ 100+ എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മുഖ്യമന്ത്രി കസേര കേരളത്തെ ആര് നയിക്കുമെന്നുള്ള ചർച്ച പിന്നെ അവിടെ അപ്രസക്തമാവും. കാരണം എന്താണെന്നറിയോ? കാരണം ആ പ്ലസ്, ഈ ഫിഗർ 100+ എന്ന് പറയുന്ന ഫിഗർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഫിഗറിലേക്ക് എത്താനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയാണ്, വി ഡി സതീശൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ 4-ാം തീയതി റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതോടുകൂടി ഈ മുഖ്യമന്ത്രി ചർച്ചകൾ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചകൾ അപ്രസക്തമാകും. ഈ മാധ്യമങ്ങൾ തന്നെ 4-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഒരു ചർച്ചയുണ്ടല്ല, പിന്നെ ചർച്ചകൾ ഫുള്ളായിട്ടും മുഴുവനായിട്ടും വി ഡി സതീശനെ കുറിച്ചായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന CPM-ൻ്റെ ക്യാബിനറ്റിലെ, പിണറായി വിജയൻ്റെ ക്യാബിനറ്റിലെ അംഗമായിട്ടുള്ള ആളുകൾ പോലും 8 നിലയിൽ പൊട്ടുമെന്ന് ഓരോന്നും വിശകലനം ചെയ്തിട്ട് CPM തന്നെയാണ് വിലയിരുത്തുന്നത്. എന്ന് പറഞ്ഞാൽ മന്ത്രിമാർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ ഈ പറയുന്ന സ്തുതിപാഠക സംഘത്തിലെ സാധാരണക്കാരായിട്ടുള്ള ബാക്കിയുള്ള ആളുകൾക്ക്, ഈ MLA-മാർ അല്ലെങ്കിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ അവസ്ഥ എന്താണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് എല്ലാത്തിലും ഉപരി പിണറായി വിജയൻ്റെ ഭരണം, ആ ഭരണം ഇതോടുകൂടി അവസാനിപ്പിക്കണം എന്നുള്ള വാശി അത് ജനങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അതിൻ്റെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് CPM അവർ പുറത്ത് പറയുന്നില്ലെങ്കിലും അതങ്ങനെയാണല്ലോ. അപ്പോൾ പരാജയപ്പെട്ട് കഴിഞ്ഞാലും സമ്മതിക്കില്ല, പൊതുസമൂഹത്തിന് മുന്നിൽ സമ്മതിക്കില്ല. പല ന്യായീകരണങ്ങൾ ഉണ്ടാവും, പല ക്യാപ്ഷനുകൾ ഉണ്ടാവും, പല ഹാഷ്ടാഗുകൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും അല്ലേ? തോൽപ്പിക്കാം, നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാം, അവസാനം പരാജയപ്പെടുന്നത് നിങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള പല ഹാഷ്ടാഗുകളും ഉണ്ടാകും. അതൊക്കെ കാണാം. അത് അവർ പൊതുസമൂഹത്തിന് മുന്നിൽ തോൽവി ഒരിക്കലും അംഗീകരിക്കാറില്ല. അത് അവരെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് പോലും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ബോധ്യങ്ങൾ അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്, സഖാക്കൾക്ക് തന്നെ ബോധ്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. നല്ല ബോധ്യമുണ്ട്. 4-ാം തീയതി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യങ്ങൾ CPM-നെയും CPM-ൻ്റെ നേതൃത്വത്തെയും കുറിച്ച് അവർക്കുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ. കാരണം സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ വിശകലനങ്ങൾ നടത്തും. അത് പ്രചരണ ഘട്ടം മുതൽ വോട്ടിംഗ് വരെയുള്ള ബൂത്ത് ലെവലിലുള്ള കാര്യങ്ങളെടുത്ത് പരിശോധിക്കും. ഇതൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പ്, തീർന്നു, വെടിക്കെട്ട് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന 1 ഡസനോളം മന്ത്രിമാർ, അതിൽ താനൂര് വേണ്ട തിരൂര് മതി എന്ന് പറഞ്ഞ് ഓടിയൊളിച്ച മാമനടക്കം 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്.